നാട്ടിൻപുറത്തെ നന്മയും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തന്ന ആളാണ് സത്യൻ അന്തിക്കാട്. അദ്ദേഹത്തിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കിടിലൻ ആക്ഷൻ പടം, അതാണ് പിൻഗാമി. ബോക്സ് ഓഫീസ് വലിയ വിജയമൊന്നും ആയില്ലെങ്കിലും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് മലയാളിയുടെ മനസ്സിൽ വലിയ സ്ഥാനമുള്ള സിനിമ എടുത്ത് മാറി. ഒരു സാധാരണ പട്ടാളക്കാരൻ്റെ അവധിക്കാലം എങ്ങനെയാണ് കേരളം കണ്ട വലിയൊരു പ്രതികാരത്തിൻ്റെ കഥയായി മാറിയത്. അയാളുടെ കയ്യിൽ കിട്ടിയ അപ്രതീക്ഷിതമായി കിട്ടിയ ആ പഴയ ഡയറിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യം എന്തായിരുന്നു? എത്ര കണ്ടാലും മതിയാത്ത ലാലേട്ടൻ്റെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളിൽ ഒന്നായ പിൻഗാമിയുടെ കഥയിലെ ശരിക്കുള്ള ഒരു മെസ്സേജിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. 1994 ഈ സിനിമ പുറത്തിറങ്ങുന്നത്. രഘുനാഥ് പലേരിയുടെ കുമാരേട്ടൻ പറയാത്ത കഥ എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കിയാണ് സത്യൻ അന്തിക്കാട് ഈ സിനിമ എടുത്തത്. പ്രണവ് ആർട്സിന്റെ പേരിൽ ലാലേട്ടൻ, അതായത് മോഹൻലാൽ തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചത്. നമുക്ക് ലാലേട്ടൻ്റെ ക്യാപ്റ്റൻ വിജയമേനോൻ എന്ന പട്ടാളക്കാരനിൽ നിന്ന് തന്നെ കഥ തുടങ്ങാം. അച്ഛനും അമ്മയും ഇല്ലാത്ത വിജയ് എല്ലാ വർഷത്തെയും പോലെ ലീവിന് നാട്ടിലെത്തുകയാണ്, തന്നെ വളർത്തിയ അമ്മാവൻ്റെയും അമ്മായിയുടെ അടുത്തേക്ക്. പക്ഷെ ആ വരവ് തന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന വിജയ് അറിഞ്ഞിരുന്നില്ല. നാട്ടിലെത്തിയ വിജയ് വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ വഴിവക്കിൽ ഒരു അപകടം കാണുന്നു. ദേഹമാസകലം ചോരയിൽ കുളിച്ച് സഹായം ചോദിക്കുന്ന ഒരാൾ, അത് കുമാരൻ എന്ന കുമാരേട്ടനായിരുന്നു. തിലകനാണ് ആ വേഷം ചെയ്തത്. വിജയ് വേഗം അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ മരണം വിജയുടെ മനസ്സിൽ ഒരു സംശയമായി നിന്നു. വെറും ഒരു അപകടമായി അതിനെ കാണാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അതൊരു കൊലപാതകമായിരുന്നു എന്ന് വിജയ് തിരിച്ചറിയുന്നതോടെയാണ് കഥ ഗൗരവമാകുന്നത്. എന്തിനായിരുന്നു ആ കൊലപാതകം? കുമാരേട്ടൻ എന്ന ആ സാധാരണക്കാരൻ ആർക്കായിരുന്നു പേടി സ്വപ്നം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള യാത്രയിൽ വിജയ്ക്ക് വഴികാട്ട് കുമാരേട്ടന്റെ ഒരു പഴയ ഡയറിയായിരുന്നു. ആ ഡയറിയിലെ താളുകൾക്കുള്ളിൽ വലിയൊരു രഹസ്യം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. കുമാരേട്ടന്റെ മകൾ ശ്രീദേവിൽ നിന്നാണ് വിജയ്ക്ക് ആ ഡയറി കിട്ടുന്നത്. അതൊരു സാധാരണ ഡയറി ആയിരുന്നില്ല, ഒരു കാലഘട്ടത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു അത്. ഓരോ പേജുകളും മറിക്കും തോറും വിജയ് യാത്ര ചെയ്തത് സ്വന്തം പഴയ കാലത്തിലേക്കായിരുന്നു. ആ ഡയറിയിലൂടെ വിജയ് ഒരു സത്യം മനസ്സിലാക്കി. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അച്ഛൻ നേരുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസർ കൊല്ലപ്പെട്ടതായിരുന്നു. ചന്ദന മരക്കടത്തുകാരായിരുന്നു അതിന് പിന്നിൽ. ആ കൊലപാതകം നേരിക്കണ്ട ഒരേ ഒരാളായിരുന്നു കുമാരേട്ടൻ. അന്ന് മുതൽ തന്റെ കുടുംബത്തിന് വേണ്ടി നീതി കിട്ടാൻ വേണ്ടി ആ മനുഷ്യൻ ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടത്തിന്റെ കഥയായിരുന്നു ആ ഡയറി. ഈ തിരിച്ചറിവ് വിജയെ തളർത്തിയില്ല, പകരം ഉള്ളിൽ പ്രതികാരത്തിന്റെ തീ ആളി കത്തിക്കാൻ തുടങ്ങി. കാരണം ഇത് മറ്റൊരാളുടെ കഥയല്ല, തന്റെ സ്വന്തം അച്ഛന്റെ കഥയാണ്, താൻ അനാഥനായന്റെ കഥ. കുമാരേട്ടന്റെ മരണത്തിന് പിന്നിലും ഇതേ ആളുകൾ തന്നെയാണെന്ന് വിജയ് ഉറപ്പിച്ചു. ആ നിമിഷം താൻ ലീവിന് വന്ന 57 ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണെന്ന് ക്യാപ്റ്റൻ വിജയമേനോൻ മനസ്സിലാക്കുന്നു. കുമാരേട്ടന്റെ കഥയിലെ ശത്രുക്കളെ നേടാൻ തന്റെ അച്ഛനെയും അമ്മയും കുടുംബത്തെ ഇല്ലാതാക്കിയൊരു പ്രതികാരം ചെയ്യാൻ അയാൾ തീരുമാനിക്കുന്നു. സിനിമയുടെ ആദ്യം എഴുതി കാണിച്ച ആ വാചകത്തിന് ഒരു അർത്ഥം വരികയാണ്: ശത്രു ആരായിരുന്നാലും അവർക്കെതിരെ നിങ്ങൾക്കൊരു പിൻഗാമിയുണ്ട്. വിജയുടെ ഈ പ്രതികാര യാത്രയിലെ വഴികാട്ടി കുമാരേട്ടന്റെ ഡയറിയാണ്. അതിലെ ഓരോ തുമ്പും പിന്തുടർന്നാണ് അയാളുടെ മുന്നോട്ടുള്ള പോക്ക്. കുമാരേട്ടൻ ഡയറി എഴുതിയിട്ട ഓരോ പേരുകാരെയും അയാൾ തേടിപ്പിടിച്ചു. കൂട്ടുകാരനായ കുട്ടികസന്റെ സഹായത്തോടെ വിജയ് മുന്നോട്ട് പോയി. ഓരോ ചുവടിലും അപകടം കാത്തിരിപ്പുണ്ടായിരുന്നു. എതിരാളികൾ പണവും പിടിപാടുമുള്ള വലിയ ആളുകളായിരുന്നു. പക്ഷെ ഒരു പട്ടാളക്കാരന്റെ ചിട്ടയോടെയും മിടുക്കോടെയും വിജയ് ഓരോ നീക്കവും നടത്തി. അത് വെറും ഒരു പ്രതികാരമായിരുന്നില്ല, അതൊരു പോരാട്ടമായിരുന്നു. കുമാരേട്ടന്റെ ഡയറി ഒരു തെളിവായി ഉപയോഗിച്ച് വിജയ് മുന്നേറിയപ്പോൾ സിനിമ കാണുന്നവരും ശ്വാസം അടക്കി പിടിച്ച് കണ്ടു തന്നു. അന്വേഷണത്തിന്റെ അവസാനം വിജയ് ഒരു വലിയ സത്യം തിരിച്ചറിയുന്നു. മരിച്ചുപോയി എന്ന് കരുതിയ തന്റെ അമ്മയും അനിയത്തിയും ജീവനോടെയുണ്ട്. അച്ഛൻ കൊല്ലപ്പെട്ടതിന് ശേഷം കുമാരേട്ടൻ അവരെ ഒരു കോൺവെന്റ് സുരക്ഷിതമാക്കി കൊണ്ടുപോയി ആക്കിയിരുന്നു. ഇത്രയും കാലം ഒരു കാവൽക്കാരനെ പോലെ അവർക്ക് തുണയാൻ നിന്നത് ആ മനുഷ്യനായിരുന്നു. ഒരു ത്രില്ലർ എന്ന നിലയിൽ പിൻഗാമി നിങ്ങളെ സീറ്റിന്റെ തുമ്പത്ത് തന്നെ പിടിച്ചിരുത്തും. ഒരു കുടുംബചിത്രം ഒരുക്കുന്ന രാഘവത്തോടെ അല്ല സത്യൻ അന്തിക്കാട് ഈ സിനിമയെ സമീപിച്ച്. തുടക്കം മുതൽ അവസാനം വരെ ആരാണ് യഥാർത്ഥ വില്ലൻ എന്ന ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. സിനിമയിൽ ഉടനീളം നമ്മൾ കേൾക്കുന്ന പൂച്ചക്കണ്ണുള്ള ഒരാൾ എന്ന ആ പരാമർശം മാത്രം മതി നമ്മളെ ആകാംക്ഷയിലാഴ്ത്താൻ. വില്ലൻ ആരാന്ന് വെളിപ്പെടുത്താതെ സൂചനകൾ മാത്രം നിന്ന് മുന്നോട്ട് പോകുന്ന രീതി സിനിമയുടെ സസ്പെൻസ് ഇരട്ടിയാക്കുന്നു. ഇതിന് കരുത്ത് പകരാൻ ജോൺസൺ മാഷിന്റെ ഗംഭീര പശ്ചാത്തല സംഗീതമുണ്ട്. ഓരോ രഹസ്യവും പതിയെ പതിയാണ് സംവിധാനം നമുക്ക് മുന്നിൽ തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും വിജയ്ക്കൊപ്പം ആ സത്യം കണ്ടെത്താനുള്ള യാത്രയിൽ പങ്കാളികളാണ്. അവസാനം തന്റെ അച്ഛനെ കൊന്ന് അമ്മയും പെങ്ങളെ അഭയാർത്ഥികളെ പോലെ ജീവിക്കാൻ വിട്ട കുമാരൻ എന്ന നന്മ ഇല്ലാതാക്കിയ എഡ്വിൻ തോമസ് എന്ന പൂച്ചക്കണ്ണനെ വിജയ് കണ്ടെത്തുന്നു. വിജയ് ഒറ്റയ്ക്ക് എഡ്വിൻ തോമസിന്റെ കോട്ടയിലേക്ക് കടന്നിരുന്നു. അവിടെ നമ്മൾ കാണുന്ന മോഹൻലാൽ എന്ന നടന്റെ അസാമാന്യ സ്ക്രീൻ പ്രസൻസ് ആണ്. ഓരോ നോട്ടത്തിലും വർഷങ്ങൾ അടക്കി വെച്ച വേദനയും ദേഷ്യവും നമുക്ക് കാണാം. ആ സീനിൽ വില്ലന്റെ കണ്ണുകൾ നോക്കി വിജയ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്: എന്റെ അച്ഛന്റെ മറുപടി നിനക്ക് തരാമെന്ന പിൻഗാമിയടാ ഞാൻ. ആ ഒറ്റ ഡയലോഗ് സിനിമയുടെ മുഴുവൻ കഥയുമുണ്ട്. എഡ്വിൻ തോമസിനെ കീഴ്പ്പെടുത്തി അയാളെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കി എല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം വിജയ് തന്റെ അമ്മയും അനിയത്തെയും കണ്ടുമുട്ടുന്ന രംഗം ആരുടെയും കണ്ണു നിറയ്ക്കും. കുമാരേട്ടന്റെ മകൾ ശ്രീദേവിയെ വിജയ് തന്റെ ഒപ്പം കൂട്ടുന്നു. അവർ കല്യാണം കാണിക്കുന്നില്ലെങ്കിലും രണ്ട് കുടുംബങ്ങൾ ഒന്നാവുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. പിൻഗാമി ഒരു പ്രതികാരത്തിന്റെ കഥ എന്നതിനേക്കാൾ മനസ്സുകൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെയും നന്മയുടെയും കഥയാണ്. ഒരു രസമുള്ള കാര്യം, 1994 മെയ് 27 പിൻഗാമി റിലീസ് ചെയ്തപ്പോൾ പ്രിയദർശൻ മോഹൻലാൽ ടീമിന്റെ തന്നെ തേന്മായൻകൊമ്പത്ത് എന്ന സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സത്യൻ അന്തിക്കാട് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് സ്വന്തം വീട്ടുകാർക്ക് പോലും അന്ന് തേന്മായൻകൊമ്പത്ത് കാണാനായിരുന്നു താല്പര്യമെന്ന്.
പക്ഷെ കാലം പിൻഗാമി കാത്തുവെച്ച ഒരു കൾട്ട് ക്ലാസിക് എന്ന ഒരു സ്ഥാനമായിരുന്നു. പിൻഗാമി എന്ന ഒരു ലെഗസി അല്ലെങ്കിൽ പാരമ്പര്യം ഏറ്റെടുക്കുന്ന ഉത്തരാധികാരി എന്നാണ് അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ നമ്മൾ ജനിച്ചു വീണ കുടുംബത്തിലെ സ്വത്തുക്കൾ മാത്രമാകില്ല നമ്മൾ പിന്തുടരേണ്ടത്. നമുക്ക് വേണ്ടപ്പെട്ടവർ ബാക്കി വെച്ച പൂർത്തിയാകാത്ത സ്വപ്നങ്ങളും അവർ മുറുകെ പിടിച്ച സത്യങ്ങളും ലോകത്തിന് മുന്നിൽ എത്തിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ പിൻഗാമിയാകുന്നത്. ക്യാപ്റ്റൻ വിജയമേനോൻ തന്റെ അച്ഛനെ തിരിച്ചറിയുന്ന കുമാരേട്ടൻ നൽകിയ ആ വഴിവിളക്കിലൂടെയാണ്. രക്തബന്ധത്തെക്കാൾ വലിയൊരു വൈകാരിക ബന്ധം അവിടെ പിറക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ശരിയായ വഴിക്ക് നയിച്ച ഒരു കുമാരേട്ടൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണെന്നൊന്ന് കമന്റ് ചെയ്യും. പിൻഗാമിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അതുപോലെ ക്യാപ്റ്റൻ വിജയമേനോൻ അതായത് ലാലേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഈ സിനിമയ്ക്കകത്ത് നിങ്ങൾക്ക് ഏതാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ് അദ്ദേഹം പത്ര ഓഫീസിൽ കയറുമ്പോൾ പത്രാധിപതി ചോദിക്കും നിങ്ങൾ ആരാണ്? അപ്പം ID കാർഡ് കാണിച്ചിട്ട് പറയുന്ന സീനുണ്ട്, ഐ എം എൻ ഏഞ്ചൽ ഫ്രം ദ ഹെവൻ, എന്നെ അനുഗ്രഹിച്ചേ മതിയാവും എന്ന് പറയുന്ന ഡയലോഗാണ് എനിക്കിഷ്ടം. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ഡയലോഗാണ് ആൾക്കാർ കൂടുതൽ സാധാരണ പറയാറുള്ളത്. അത് അടിപൊളി ഡയലോഗാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡയലോഗ് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതിലും ഗംഭീരമുള്ള കഥകളുമായിട്ട് ഇനിയും വരാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.